ഹനുമാൻ എന്നും ഭഗവാന്റെ കാൽ കീഴിൽ തന്നെയാണ് ഇരിക്കാൻ ഇഷ്ടം. ഞാൻ വരുന്ന നാട്ടിൽ തിരുമറയൂർ എന്നൊരു ഒരു പ്രദേശമുണ്ട്. അവിടെ ഹനുമൽ സേവിത രാമനാണ് അവിടുത്തെ പ്രതിഷ്ഠ. കർക്കിടക മാസത്തിലാണ് വിശേഷ ദിവസങ്ങളെല്ലാം. അപ്പൊ ഒരു ദിവസം ഞാൻ അവിടെ ചെന്നപ്പോ ഒരു പഴയ ഒരു അമ്മുമ്മ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അമ്മുമ്മ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറഞ്ഞു, പണ്ടുകാലത്ത് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് ഈ കഥ എന്നോട് പറഞ്ഞു. കഥ കേൾക്കാൻ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ കഥ കേട്ടു. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളോടും ആ കഥ പറയുന്നു. ആ കഥ ഇങ്ങനെയാണ്. രാവിലെ എപ്പോഴൊക്കെ തിരുമേനി നട തുറന്നാലും എത്ര നേരത്തെ എണീറ്റ് നിർമാല്യം എന്ന മട്ടിൽ തന്നെ തൊഴാം എന്ന മട്ടിൽ കയറിയാലും അവിടെ ചെല്ലുമ്പോൾ 3 or 4 തെച്ചിപ്പൂ കിടക്കുകയും 2 or 3 വറ്റ് ചോറ് കിടക്കുകയും ചെയ്യൂത്രേ. അപ്പൊ ഇങ്ങനെ പ്രാചീന കാലത്ത് അവിടെ ഒരു കഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ക്ഷേത്രത്തിന് തിരുമറയൂർ എന്ന് പറയാൻ കാരണം അവിടെ വെച്ചാണ് അത്രേ മാൻ മറഞ്ഞു പോയത്. ഒരുപാട് പ്രദേശങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. രാമന്റെ കഥയുമായി ചേർത്ത് വെക്കാവുന്ന, കൃഷ്ണന്റെ കഥയുമായി, പാണ്ഡവരുടെ കഥയുമായി ഒക്കെ ചേർത്ത് വെക്കാവുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. അപ്പൊ ഈ സ്ഥലത്ത് മാൻ മറഞ്ഞുപോയി എന്ന സങ്കല്പത്തിലാണ് തിരുമറയൂർ എന്ന പേര് വന്നത് എന്നും ഈ പ്രദേശത്ത് ഹനുമാനാണ് ഭഗവാനെ സേവിക്കുന്നതെന്നും രാവിലെ ഭഗവാൻ ഒരു ഇല വെക്കാതെ, ഒരു പൂ വെക്കാതെ, ഒരു വറ്റു വെക്കാതെ ഇരിക്കാൻ പറ്റില്ല. സൈഡിൽ പോയി നിന്നോളും. ഇനി നിങ്ങൾ ബാക്കിയൊക്കെ നിർമാല്യം എടുക്കുവോ വെക്കുവോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ പൂജകളൊക്കെ ചെയ്തോളൂ, ആദ്യത്തെ പൂജ എന്റെയാണ് എന്ന് പറയുന്ന നിസ്വനായിട്ടുള്ള ഭക്തി. ആലോചിച്ച് നോക്കൂ. ഇത് ലോകത്തെ ഏതെങ്കിലും ഒരു ധർമ്മത്തിൽ പെടുത്തി നിർത്താൻ നമുക്ക് സാധിക്കുമോ? ഒരു കുരങ്ങൻ എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനുഷ്യരെക്കാളും താഴെയാണ് പരിണാമ പ്രക്രിയയിൽ എന്നും ആണ് ശാസ്ത്രം പറയുന്നത്. ആ കുരങ്ങന് ഭഗവാനായി മാറാൻ പറ്റും. അതും ഇതും ഒന്ന് തന്നെ.